ഹായ് ഫ്രണ്ട്സ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ എഫേർട്ടിനെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പല ആശയങ്ങളും നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്താൻ എളുപ്പത്തിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ സീറോദയുടെ സ്ട്രീക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ ഓട്ടോമേറ്റ് ചെയ്യാനും പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജി പഠിക്കുന്നു. ആ സ്ട്രാറ്റജി നമ്മുടെ മനസ്സിൽ വന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി എങ്ങനെ നിങ്ങൾക്ക് കണ്ടീഷൻ ആയിട്ട് ഈ സ്ട്രീക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിന് മനസ്സിലാവുന്ന കണ്ടീഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് പഠിക്കുന്നു. അതിനെ എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും എസ്പെഷ്യലി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഫുള്ളി ഓട്ടോമേറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എസ്പെഷ്യലി പല ആളുകളും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുന്ന മറ്റ് ബിസിനസ് ചെയ്യുന്നതിനിടയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വെറുതെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ച് പോയിട്ട് ട്രേഡ് ലാപ്ടോപ്പിനെ ഏൽപ്പിക്കാം, സ്ട്രീക്കിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് ആ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് എങ്ങനെയാണ് ഓട്ടോമേഷനിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഞാൻ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ സ്ട്രാറ്റജി ഒരു ബൈയിങ് സ്ട്രാറ്റജി ആണോ സെല്ലിംഗ് സ്ട്രാറ്റജി ആണോ എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം. ഞാൻ ആദ്യം സ്ട്രാറ്റജിയുടെ കണ്ടീഷൻസ് പറയാം, എന്നിട്ട് ഇത് ഒരു ബൈയിങ് സ്ട്രാറ്റജി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് ഞാൻ തരാൻ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് ADX ആണ്, ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ ആദ്യത്തെ കണ്ടീഷൻ 25 ഇവിടെ കാണുന്നുണ്ടല്ലോ, അത് ഈ ബ്ലൂ ലൈനിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സിന്റെ മെയിൻ ലെവൽ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ലൈൻ ഇതാണ്. അപ്പൊ ഇത് 22 മുകളിലാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇപ്പോൾ 25 ആണ്, ഞാനത് റിലയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത്, ഇതിനകത്ത് വേറെ 2 ലൈനുകളുണ്ട്. ഇതിൽ ഡയറക്ഷണൽ ഇൻഡെക്സ് ആണ് ഈ 2 ലൈനിനും പറയുന്നത്. ഡയറക്ഷണൽ ഇൻഡെക്സ്, ഇപ്പൊ ഡയറക്ഷണൽ ഇൻഡെക്സ് പ്ലസ് ആണ് ഗ്രീൻ കളറിൽ കാണുന്നത്, ഡയറക്ഷണൽ ഇൻഡെക്സ് മൈനസ് ആണ്, ഡയറക്ഷണൽ ഇൻഡെക്സ് മൈനസ് ആണ് ഈ റെഡ്, ഡയറക്ഷണൽ ഇൻഡെക്സ് പ്ലസ് ആണ് ഗ്രീന്. അപ്പൊ ഇത് ഗ്രീൻ ഈ റെഡിന്റെ മുകളിലായിരിക്കണം എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കണ്ടീഷനുകൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്രീൻ റെഡിന്റെ മുകളിലാവണം, മറ്റേത് ADX 22ന്റെ മുകളിലും ആവണം എന്നുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്താൽ പിന്നെ അടുത്തത് നമ്മൾ പ്രിഫർ ചെയ്യുക പ്രൈസ് ക്യാമറില്ല പിവോട്ടിലെ S3 അല്ലെങ്കിൽ S4 അല്ലെങ്കിൽ R3 അല്ലെങ്കിൽ സെൻട്രലിലുള്ള PP എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം ഇൻ 1 മിനിറ്റ് കാൻഡിൽ. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ് ആണ്, 1 മിനിറ്റ് കാൻഡിലിൽ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ ADXന്റെ കണ്ടീഷൻ 5 മിനിറ്റിലാണ് ആ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഐദർ S3 ഓർ S4 എന്നുള്ള രീതിയിലാണ് ഇതിന് എടുക്കേണ്ടത്. പ്രൈസ് ഇവിടെയാണെങ്കിലും നമുക്ക് ട്രേഡിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെയാണെങ്കിലും ഉണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ, ഇത് വെറുതെ ക്ലോസ് ചെയ്താൽ പോരാ, അവസാനത്തെ ഒരു 500 കാൻഡിലുകളുടെ 1 മിനിറ്റിലെ 500 കാൻഡിലുകളുടെ ആവറേജ് വോളിയത്തിന്റെ 3 ടൈംസ് വോളിയം ഉണ്ടാവണം ഇത് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡലിന്. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ക്യാൻഡിൽ വന്നാലും അത് എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് മാറും. അപ്പൊ അത് മാത്രം പോരാ, ആ സമയത്ത് ഈ കണ്ടീഷന്റെ പുറമെ ഈ കാണിക്കുന്നത് VWAP ആണ്. അപ്പൊ VWAPന്റെ മുകളിലാവണം പ്രൈസ്. അപ്പൊ ഇവിടെ VWAP 5 മിനിറ്റിലെ VWAP ആവണം. എന്നാൽ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവേണ്ടത് 1 മിനിറ്റിൽ ക്ലോസ് ചെയ്താൽ മതി. 1 മിനിറ്റ് ക്യാൻഡലിന്റെ പ്രൈസ് VWAPന്റെ 5 മിനിറ്റിലെ VWAPന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കണ്ടീഷനാണുള്ളത്. അവസാനം ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, CPR വെച്ചിട്ട്. അപ്പൊ CPR ഇവിടെ നമ്മൾ CPRന്റെ പെർഫോമൻസ് ഒക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ആവറേജ് നാരോ CPR ആയിട്ട് 0.2ന്റെ മുകളിൽ വരുന്ന 0.3 ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വരുന്നത്, ഇപ്പൊ ഇതൊരു നാരോ CPR ആണ് അല്ലെ, 0.2ന്റെ ഉള്ളിലാണ് ഇതുള്ളത്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉള്ളത്. എന്നാൽ ഈ പെർട്ടിക്കുലർ സ്ട്രാറ്റജിയിൽ CPR വൈഡ് ആണ്. ഞങ്ങള് 2% വരെ
ഉള്ള സമയത്തുള്ള സ്റ്റോക്കുകൾ എല്ലാം സ്ക്രീൻ ചെയ്തെടുക്കും. ഇത്രയും വൈഡ് ആണെങ്കിലും സ്ക്രീൻ ചെയ്തെടുക്കും. അപ്പൊ ഈ ക്രൈറ്റീരിയ പ്രത്യേകിച്ച് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒരു CPR നാരോ അല്ലെങ്കിൽ വൈഡ് എന്നുള്ളത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് വേറെ ഏതിലും നിഫ്റ്റിയിലോ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റിലോ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കണ്ടീഷൻ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് കിട്ടിയ അതേ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് എന്തായാലും 3 മാസം ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഇനി കണ്ടീഷൻ ഇത്രയാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ബൈയിങ് സ്ട്രാറ്റജി ആയിരിക്കും അതോ സെല്ലിംഗ് സ്ട്രാറ്റജി ആയിരിക്കും? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബൈയിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് താഴെ B എന്ന് കമന്റ് ചെയ്യാം. സെല്ലിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ S എന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ പഠിയും. അതേസമയം നമ്മുടെ യൂട്യൂബിനെ നമ്മുടെ വീഡിയോ റെക്കഗ്നൈസ് ചെയ്യാൻ അൽഗോരിതത്തെ സഹായിക്കാൻ കമന്റുകൾ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സ്ട്രീക്കിലേക്ക് പോയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സ്ട്രീക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് സിറോദയിൽ ഒരു അക്കൗണ്ട് ആണ്. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്ട്രീക്കിനെ ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ബൈ ആണോ സെല്ലാണോ എന്നുള്ളത്. സ്ട്രീക്കിലേക്ക് വന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് കാണും. ഇതാണ് സ്ട്രീക്കിന്റെ ലോഗോ, streak.tech എന്ന് പറയുന്നതാണ്. ഇവിടെ സ്കാനേഴ്സ് കാണാം, സ്ട്രാറ്റജീസ് കാണാം. സ്കാനേഴ്സ് ഡിഫോൾട്ട് ആയിട്ടുള്ള സ്കാനേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിലുള്ള പല സ്കാനേഴ്സും വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് പല കണ്ടീഷനിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതിൽ പോയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. പല പല കണ്ടീഷനിലും പല പ്രൈസ് ആക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ പ്രൈസ് ആക്ഷൻ ബ്രേക്ക്ഔട്ടുകളൊക്കെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രാറ്റജി അതേപോലെ തന്നെയാണ്. കുറേയധികം ഡിഫോൾട്ട് സ്ട്രാറ്റജികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നതല്ലാതെ ഡിസ്കവർ സ്ട്രാറ്റജീസ് വന്നിട്ട് അപ്പൊ അതിൽ പല സ്ട്രാറ്റജികളും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സ്കാനേഴ്സ് ഉണ്ടാക്കുന്നതും സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതും ഒരുപോലെ തന്നെയാണ്. ഈ രണ്ടെണ്ണത്തിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളത് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതില് സ്കാനർ ഉണ്ടാക്കാൻ ജസ്റ്റ് ഈ സ്കാനറിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്കവർ എന്നുള്ളതിൽ പോവാം. അപ്പൊ തന്നെ അവിടെ താഴെ ക്രിയേറ്റ് സ്കാനറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നിങ്ങൾ കണ്ടീഷൻസ് ആഡ് ചെയ്താൽ മതി ഈ ഭാഗത്ത്. ഓക്കെ, അപ്പൊ അത് കണ്ടീഷൻസ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ സ്ട്രാറ്റജിയിലൂടെ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ സ്കാനർ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. റൈറ്റ്, അപ്പൊ ഞാനിവിടെ സ്ട്രാറ്റജിയിൽ പോകുന്നു. ഇവിടെ മൈ സ്ട്രാറ്റജിയിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന രീതി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരെണ്ണം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടീഷൻസ് നമുക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ ആഡ് ചെയ്ത് പോവാം. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ്. അപ്പൊ അതിന് ഇത് സേവ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ മിസ്സായി പോയാലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരു കാര്യം ഇതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഓക്കെ എങ്ങനെയാണ് കണ്ടീഷൻസ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. റൈറ്റ്, ഓക്കെ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഉടനെ തന്നെ ഓക്കെ ഇങ്ങനെ ഫസ്റ്റ് മാച്ചസ് ആണെന്നുള്ള ആദ്യത്തെ എൻട്രി കണ്ടീഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിവിടെ ഉണ്ട്. ഇങ്ങനെയാണ് അത് ഉണ്ടാവും. പിന്നെ അതിനകത്ത് ഓക്കെ ഇനി നിങ്ങൾക്ക് ആൻസർ ഇത് സെല്ലാണോ ബൈ ആണോ എന്നുള്ള ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടീഷനൊക്കെ കേട്ടപ്പോൾ പലർക്കും ബൈ ആണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതാണ് മാർക്കറ്റിലെ വിരോധാഭാസം. നേരെ ഇതിന്റെ കൗണ്ടർ ട്രേഡ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ബാക്ക് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് സെല്ലാണ്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് നിഫ്റ്റി 50-ലെ പ്രധാനപ്പെട്ട ഇത്രയും സ്റ്റോക്കുകളാണ്. റിലയൻസ് ഉണ്ട്, ബജാജ് ഫിൻസീവ് ഉണ്ട്, TCS ഉണ്ട്, ഏഷ്യൻ പെയിന്റ് ഉണ്ട്, JSW സ്റ്റീൽ ഉണ്ട്, ടാറ്റ കൺസ്യൂമർ ഉണ്ട്. ഇത്രയും സ്റ്റോക്കുകളാണ്. ഇത് ആഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്യുമ്പോൾ ടാറ്റ കൺസ്യൂമർ വന്നു വരുന്നത് അവിടെ പ്ലസ് അടിച്ചാൽ അതാണോ. ഞാനത് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും അത് ആഡ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. റൈറ്റ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ബാക്ക് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് സ്റ്റോക്ക് ആഡ് ചെയ്ത ഉടനെ തന്നെ അതിൽ താഴെ സേവ് ആൻഡ് റൺ അടിച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക. എന്നാൽ നിങ്ങൾ പകുതി പണിയെടുത്തതിന് ശേഷം ചിലപ്പോൾ അത് മിസ്സാവുന്ന എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നാൽ മിസ്സാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എൻട്രി കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് സ്റ്റോക്കുകൾ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളെ നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം സേവ് അടിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ കണ്ടീഷൻസ് ആഡ് ചെയ്യും. ഇനി നമ്മൾ എൻട്രി കണ്ടീഷൻസിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഓക്കെ, സ്റ്റോക്ക് മാച്ചസ് ആൾ ഓഫ് ദ ബിലോ കണ്ടീഷൻസ്. അപ്പൊ ഇവിടെ താഴെ ആഡ് എന്ന് കാണാം. അതിനകത്ത് ഒരു പ്ലസ് സിമ്പിൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ADX. അപ്പൊ ADX എന്ന് വന്നു. ഓക്കെ, അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ, ഇതിൽ ചാർട്ട് എന്നുള്ളതിനകത്ത് കാൻഡിൽ സ്റ്റിക്ക് ആവണം. 1 മിനിറ്റ് ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ 1 മിനിറ്റിൽ കണ്ടീഷൻസ് വരുന്നതുകൊണ്ട് എത്രയാണോ വരുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ
നമുക്കിവിടെ ഡിഫോൾട്ട് ആയിട്ട് ഈ കണ്ടീഷൻ അടിച്ചപ്പോൾ ADX അടിച്ചപ്പോൾ 1 മിനിറ്റ് വരാൻ കാരണം ഇവിടെ 1 മിനിറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഇത് MIS നമ്മുടെ ഇൻട്രാഡേ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. ഇവിടെ മാക്സിമം SL പെർ ട്രേഡ് ഇവിടെ 1000 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് റിസ്ക് ബേസ്ഡ് ആക്കാം, പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബേസ്ഡ് ആക്കാം. ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇപ്പോൾ 10,000 രൂപ ഡിപ്ലോയ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ബേസ്ഡ് ഇട്ടിട്ട് ഇവിടെ 10,000 ഇട്ടാൽ മതി. ക്യാപിറ്റൽ ബേസ്ഡ് ഇടുമ്പോൾ ഇവിടെ മാറി മാക്സിമം അലോക്കേഷൻ ഉണ്ടോ. ഇവിടുന്ന് റിസ്ക് ബേസ്ഡ് ആവുമ്പോൾ ഇപ്പോൾ ഇത് വരുന്നത് 1000 ആണ്, റൈറ്റ്. ഒരു ട്രേഡിൽ 1000 രൂപ റിസ്ക് ആണ്. അപ്പൊ 1000 രൂപ റിസ്ക് വരണമെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ 1000 രൂപയെ പോകാൻ പാടുള്ളൂ എങ്കിൽ എത്ര നമ്പർ ഓഫ് സ്റ്റോക്ക് എടുക്കണോ ആ പൊസിഷൻ സൈസിങ് സ്ട്രീക്ക് ചെയ്യും. ഇനി കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പൊ ADX 22 മുകളിലാവണം എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ, പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഈ ബ്ലൂ ലൈന് 22 മുകളിലാണ്. അപ്പൊ നമ്മളിവിടെ ADX 5 മിനിറ്റ് സെലക്ട് ചെയ്തു. ഹയർ ദാൻ അത് 22 എന്ന് പറയുന്ന നമ്പർ ആയതുകൊണ്ട് സ്ട്രീക്കിന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്പർ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. നമ്പർ അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിനകത്ത് 0 വന്നു. അതിനകത്ത് 22 എൻ്റർ ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? ആ ADXൽ 2 ലൈൻ ഉണ്ട്, ഗ്രീനും റെഡും അല്ലേ. അപ്പൊ അതിൽ ഗ്രീൻ ലൈന് ഡയറക്ഷണൽ ഇൻഡെക്സ് ആണ്. അപ്പൊ DI പ്ലസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ DI എന്ന് അടിച്ചാൽ അത് അത്രയും വന്നു. അപ്പൊ താഴേക്ക് വന്നാൽ നമുക്കിവിടെ DI പ്ലസ് കാണാൻ കണ്ടോ. DI പ്ലസ് സെലക്ട് ചെയ്തു. ഇതും 5 മിനിറ്റിലാണ്. അപ്പൊ നമ്മൾ 5 മിനിറ്റ് ആക്കി. DI പ്ലസ് ഹയർ ദാൻ മുകളിലാവണം. എന്തിനേക്കാൾ മുകളിലാവണം? DI മൈനസ് ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്തു. അപ്പൊ ഒരു കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അവസാനം ഒരു പ്ലസും ഉണ്ടാവും. ഇവിടെ ഒരു ചെറിയ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഓൺ ആക്കുക ഓഫ് ആക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോ ഓഫായി ഈ കണ്ടീഷൻ. വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ തോന്നായി. ഇപ്പൊ ഏതെങ്കിലും കണ്ടീഷൻ നിങ്ങൾ കൊടുത്തു, ആ പെർട്ടിക്കുലർ ഒരു കണ്ടീഷൻ മാത്രം ഓഫ് ആക്കിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ആ കണ്ടീഷൻ മാത്രം നിങ്ങൾക്ക് അവിടെ ഓഫ് ആക്കാം, റൈറ്റ്. ഇനി നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ, അപ്പൊ ആദ്യത്തെ 2 കണ്ടീഷനായി. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ CPR പറ്റിയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ അത് CPR ഒരു 2% ഉള്ളിൽ പെടുന്നതായിരിക്കണം, അതിലും താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ആ CPR കണ്ടീഷനും നമുക്ക് ഇതിൽ CPR വൈഡ് നാരോ എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ നമ്മളൊരു വാല്യൂ ആണ് പറയുന്നത്, 2% അല്ലെങ്കിൽ ഒരു 0.2% ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങണം എന്ന് പറയാണ് അല്ലെ. ഒരു വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ പറയായതുകൊണ്ട് അപ്പൊ അവിടെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ABS എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഒരു ബ്രാക്കറ്റിലൊക്കെ ഓപ്പൺ ചെയ്ത്, ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ആയി. എന്നിട്ട് നമ്മളെ കണ്ടീഷൻ എൻ്റർ ചെയ്താൽ മതി, റൈറ്റ്. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? നമുക്ക് ഇതിനെ ഏതെങ്കിലും ഒന്നിനോട് കണക്ട് ചെയ്തിട്ട് ഈ വൈഡ് ആണോ ലോ ആണോ എന്നുള്ളത്, CPR വൈഡ് ആണോ അല്ലെങ്കിൽ ലോ ആണോ എന്നുള്ളത് എന്തിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുക? നിലവിൽ ഇപ്പൊ നിൽക്കുന്ന ഈ പ്രൈസ് വെച്ചിട്ട് അപ്പൊ ഇവിടെ ഈ റിലയൻസിലെ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു റേഞ്ച് ഒക്കെ എത്രയാണ്? ഇതാ. അപ്പൊ ഈ ഒരു CPR ആണെങ്കിൽ 1239. അപ്പൊ ഇത് ഈ 1239 എന്നുള്ള എമൗണ്ടിന്റെ 2% അല്ലെങ്കിൽ 0.2%, ഇങ്ങനെയൊക്കെ വേണമല്ലോ. എന്തിനോടെങ്കിലും ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ, സ്ട്രീക്കിന് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ സെൻട്രൽ പിവോട്ടിനോട്, ബോട്ടം സെൻട്രൽ പിവോട്ടും ടോപ്പ് സെൻട്രൽ പിവോട്ടും ഉണ്ട് CPRന്റെ. അതിന്റെ PP സെൻട്രൽ പിവോട്ടിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ ഇത്ര % ആവണം ഇതിന്റെ. അപ്പൊ ഇവിടെ ഈ മജന്ത കളറിൽ കാണുന്ന 1239ന്റെ ഇത്ര ശതമാനത്തിൽ താഴെ ആവണം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം അബ്സല്യൂട്ട് വാല്യൂ സെൻട്രൽ പിവോട്ട് റേഞ്ചിലെ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറെ അധികം കാര്യങ്ങൾ PP ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക്. അപ്പൊ ഇവിടെ നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് PP എന്നുള്ളത് മാറ്റി TC ആക്കുന്നു. അപ്പൊ ടോപ്പ് സെൻട്രൽ പിവോട്ട് അതിൽ നിന്ന് ബോട്ടം സെൻട്രൽ പിവോട്ട് മൈനസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കണ്ടീഷൻ കൊടുക്കേണ്ടത്. കാരണം ഇതിൽ നിന്നും ഞാൻ കാണിക്കാം, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ കിട്ടുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ 0.2% താഴെ ആവണം എന്നാണ് നമ്മൾ പറഞ്ഞെടുക്കാൻ പോകുന്നത്. അതാണല്ലോ ഇത് കുറച്ച് കിട്ടുന്നതാണല്ലോ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് വലുതായിട്ട് കാണിക്കാം. ഇതാണ് CPRന്റെ വിടുത്ത് എന്ന് കരുതുക, CPRന്റെ വിടുത്ത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഇത് കുറച്ചാലാണല്ലോ ഈ വിടുത്ത് കിട്ടുക. ഇത് 0.2% താഴെ ആവണം എന്നൊരു കണ്ടീഷൻ നമ്മൾ കൊടുക്കാതിരിക്കുക. ഇവിടെ നമ്മൾ
2% താഴെയാണെന്നുള്ളതാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് 5 മിനിറ്റിലാക്കാം. നമുക്ക് 5 മിനിറ്റിലെ സെൻട്രൽ പിവോട്ട് റേഞ്ച് മൈനസ്, അപ്പോൾ അവിടെ മൈനസ് മാത്ത് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, മൈനസ് സെൻട്രൽ പിവോട്ട് ടി സി എന്തെന്നാണ് കുറയ്ക്കുന്നത്, ബി സി എന്നാണ് കുറയ്ക്കുന്നത്. നേരെ തിരിച്ചും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് കിട്ടുന്നത് ഇതും 5 മിനിറ്റിലേക്ക് മാറ്റുന്നു. അപ്പൊ ഇവിടെ സെൻട്രൽ പിവോട്ട് റേഞ്ച് ടി സിയിൽ നിന്നും ബി സി കുറച്ചാൽ കിട്ടുന്ന എമൗണ്ട് എങ്ങനെയാവണം? എമൗണ്ട് ഇപ്പൊ ഈ കണ്ടീഷൻ ക്ലോസ് ചെയ്തു, ലോവർ ദാൻ പിവോട്ട് പോയിന്റിന്റെ, അപ്പൊ ഇനി നമ്മൾ കാൽക്കുലേഷൻ ആണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് ഇടണം. നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ടത് സെൻട്രൽ പിവോട്ടിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് എന്താണ്? സെൻട്രൽ പിവോട്ട് പി പി ആണ് ഇവിടെ. അതിൽ നമ്മൾ 5 മിനിറ്റ് ആക്കി. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? നമുക്ക് വേണ്ടത് 2% അപ്പോ 2% എന്ന് പറയുമ്പോൾ 2% എന്ന് പറയുമ്പോൾ 2% എന്ന് പറയുമ്പോൾ 2നെ 1100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരിക? 0.002 ആണല്ലോ. ഓക്കെ, 2% എന്ന് പറയുന്നത് 0.02 ശരിയല്ലേ? അതെ. നിങ്ങൾ 2നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 2 സ്ഥാനം മാറ്റിയിട്ട് പൂജിട്ടാൽ മതി, 0.02 കിട്ടും. റൈറ്റ്. അപ്പൊ ഇവിടെ ഞാൻ കണ്ടീഷൻ കൊടുക്കുന്നത് ഇത് എന്തിനോട് ലോവർ ദാൻ ആവണം? പിവോട്ട് പോയിന്റ് സെൻട്രലിലുള്ള ഈ ലൈനിന്റെ അവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അവിടെ ഇൻറ്റു ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇൻറ്റു അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സെൻട്രൽ പിവോട്ട് റേഞ്ച് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിനെ 0.02, അങ്ങനെ വെറുതെ നമ്പർ കൊടുക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ എന്ന് പറയണം, എന്നാലേ ആൾക്ക് മനസ്സിലാവുള്ളൂ, സ്ത്രീക്കിന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ നമ്പർ എന്നുള്ളത് എൻ്റർ ചെയ്തു. അപ്പോൾ അവിടെ 0 വന്നു. അതിനകത്ത് 0ക്ക് പകരം നമ്മൾ 0.2 കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു കണ്ടീഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ കണ്ടീഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മളിവിടെ ക്ലോസ് ചെയ്യും കൂടെ വേണം. അപ്പൊ ഈ ലോവർ ദാൻ ഈ സെൻട്രൽ പിവോട്ട് ടി സിയിൽ നിന്നും ബി സി മൈനസ് ചെയ്താലുള്ള എമൗണ്ട് ചെറുതാവണം. എന്തിനേക്കാളും സെൻട്രൽ പിവോട്ട് റേഞ്ചിന്റെ 0.02 മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ടിന്റെ കുറവാകും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ 2% താഴെയുള്ള CPR മാത്രം അത് സ്ക്രീൻ ചെയ്ത് കിട്ടും. കറക്റ്റ്. ഇനി അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ബ്രാക്കറ്റ് വെച്ചിട്ട് ബ്രാക്കറ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. ആ കണ്ടീഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ബേസിക്കലി ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് ആണ്. ഈ 3 കണ്ടീഷൻസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ചില കണ്ടീഷൻസ് പറഞ്ഞത് എങ്ങനെയാണ്? നമുക്ക് ഒന്നുകിൽ S4 ക്രോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ S3 ക്രോസ് ചെയ്താൽ മതി എന്നൊക്കെ ചില കണ്ടീഷൻസ് പറഞ്ഞു. ഒന്നുകിൽ S4 ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ S3 ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ PP ക്രോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ ഐദർ ഓർ ആണ്. എല്ലാ സ്റ്റോക്കുകളും അതിലുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താണ്. അപ്പൊ അങ്ങനെയുള്ളതിന് നമുക്ക് ഇവിടെ വേറെ കാര്യം കൂടെ ആഡ് ചെയ്യാണ്ട്, സ്റ്റോക്ക് മാച്ചസ് ആൾ ഓഫ് ദ ബിലോ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഇവിടെയും കൊണ്ടുവരണം അല്ലേ? അപ്പൊ ഇവിടെ ഈ ആഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ എന്ത് ചെയ്യാം? ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇവിടെ. ഓക്കെ, ആ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ മുകളിൽ കണ്ട ഇതേ ഹെഡിങ് ഇവിടെ വന്നു അല്ലെ? സ്റ്റോക്ക് മാച്ചസ് ആൾ ഓഫ് ദ ഫിൽറ്റേഴ്സ് ബിലോ. അതിൽ നമ്മൾ ഈ മാച്ചസ് ആളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാച്ചസ് എനി എന്നുള്ളതിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻസ് കൊടുക്കാൻ പോകണം. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ക്ലോസ് പ്രൈസ്, 1 മിനിറ്റിലെ ക്ലോസ് പ്രൈസ്, ഇതാണല്ലോ ഒരു കണ്ടീഷൻ. 1 മിനിറ്റിലെ ക്ലോസ് പ്രൈസ് എന്താവണം? ഹയർ ദാൻ ആവണം. ഹയർ ദാൻ എന്തിനോട് ഹയർ ദാൻ ആവണം? ക്യാമറില്ല പിവോട്ടില് പിന്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്ന കണ്ടീഷനിൽ നമുക്ക് എൻട്രി എടുക്കാം. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2, ക്ലോസ് പ്രൈസ് ഹയർ ദാൻ ആവണം. എന്തിനോട്? ഇവിടെ ക്യാമറില്ല പിവോട്ടില് S3 കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ S2 S4 കൊടുക്കാം. S4 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. S4ന്റെ മുകളിലാവണം. കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 3, ക്ലോസ് പ്രൈസ് ഇവിടെ ഓക്കെ ഹയർ ദാൻ ആവണം.
1 മിനിറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കണ്ട. അതായത് ഇവിടെ ഓട്ടോമാറ്റിക് 1 മിനിറ്റിലെ ക്ലോസ് പ്രൈസ് ആയിട്ടാണ് വരുന്നത്. ക്ലോസ് പ്രൈസ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഹയർ ദാൻ, വീണ്ടും നമ്മൾ ക്യാമറയിൽ അടിക്കുന്നു. ക്യാമറയിലയുടെ S3 ആവണം. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ബ്ലൂ ലെവലിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഇവിടെ ഓപ്പൺ ആവും. അപ്പൊ ഇതിൽ വന്നിട്ട് നമുക്ക് S3 ചേഞ്ച് ചെയ്ത് കൊടുത്താൽ S3 ആയി. അപ്പൊ നേരത്തെ S4 വന്നത് S3 ആയി. അപ്പൊ S3, S4, PP. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാം. R3ന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല ആ സ്ട്രാറ്റജി പ്രകാരം. അപ്പൊ അവിടെ വീണ്ടും ക്ലോസ് പ്രൈസ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ക്ലോസ് ആണ് 1 മിനിറ്റില്. അത് ഹയർ ആവണം. എന്തിനോട്? അത് ഹയർ ആവേണ്ടത് ക്യാമറയില്ല R3ക്ക് മുകളിലാണ്. അപ്പൊ ഇത് ക്യാമറയിലെ വന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് PP ആണ് വന്നത്, പിവോട്ട് പോയിന്റ് ആണ് വന്നത്. നമ്മൾ അതിൽ പോയിട്ട് R3 സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. അപ്പൊ ഈ അപ്പൊ മാച്ചസ് എനി ഓഫ് ദ ഫിൽറ്റേഴ്സ് ബിലോ, ഈ 4 ഫിൽറ്ററിൽ ഏതെങ്കിലും ഒന്ന് മാച്ച് ചെയ്താലും നമുക്ക് സിഗ്നൽ വരും ട്രേഡ് എടുക്കാനുള്ള. അപ്പൊ ഈ കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എല്ലാ മാച്ച് ആൾ ഓഫ് ദ ഫിൽറ്റേഴ്സിൽ ഇനിയും 2 കണ്ടീഷൻ ആഡ് ചെയ്യാണ്ട്. നമ്മളൊന്ന് വോളിയം പറഞ്ഞു, ഒന്ന് VWAP പറഞ്ഞു, റൈറ്റ്? 500 ക്യാൻഡിലിന്റെ ആവറേജിന്റെ മുകളിലാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യാൻ. അപ്പൊ ഞാനിത് മനഃപൂർവ്വമാണ് ഇവിടെ, അത് മാച്ചസ് ആളിൽ വരാനുള്ള കണ്ടീഷനാണ് അത് ഇവിടെ താഴെ കൊടുക്കാൻ കാരണം. നിങ്ങൾക്ക് ആദ്യം ഒരു മാച്ചസ് ആളിലെ കണ്ടീഷൻ കൊടുത്ത് നിങ്ങൾ ഇത്രയും കണ്ടീഷൻസ് എൻ്റർ ചെയ്തതിനു ശേഷം രണ്ടാമത് വീണ്ടും മാച്ചസ് ആൾ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിലേക്ക് വെച്ചത്. കാരണം എനിക്കൊക്കെ തുടക്കത്തിൽ അങ്ങനെ ചെയ്തപ്പോൾ പിന്നീട് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് സമയം പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മനഃപൂർവ്വം ഇത് ആദ്യം തന്നെ ഇത് കൊടുക്കാതിരുന്നത്. അപ്പൊ ഇനി ഞാൻ വീണ്ടും എനിക്ക് മാച്ചസ് ആൾ കണ്ടീഷൻ ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇവിടെ അങ്ങനെ നോക്കുക, ഈ മാച്ചസ് ആളില് ഇവിടെ ഇങ്ങനെ ഒരു വര കാണാം അല്ലെ. അപ്പൊ ഇതിന്റെ ഇവിടെ പോയിട്ട് പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചസ് ആളിന്റെ അണ്ടറിൽ വരും. ഇവിടെ സ്റ്റോക്ക് മാച്ചസ് എനി ഓഫ് ദ ഫിൽറ്റേഴ്സിന്റെ താഴെ ഒരു ലൈറ്റ് ലൈൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കാണുമോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ അങ്ങനെ ഒരു ലൈൻ ഉണ്ട്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ലൈനാണ്. എന്നിട്ട് ഈ ലൈൻ വന്നിട്ടാണ് ആഡ് എന്നുള്ളത് വന്നിട്ടുള്ളത്. അതേപോലെ സ്റ്റോക്ക് മാച്ചസ് ആളിന്റെ ഇവിടുന്ന് ലൈറ്റ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. ആ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് ആഡ് എന്ന് വരുന്നത്. അപ്പൊ ഇതിനടുത്തുള്ള പ്ലസ് ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ അണ്ടറിൽ വരും. ഈ ലൈനിന്റെ താഴെയുള്ള പ്ലസ് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ ലൈനിന്റെ അണ്ടറിൽ വരും, റൈറ്റ്? അപ്പൊ ഇവിടെ നമുക്ക് മാച്ചസ് ആളിന്റെ അണ്ടറിൽ ഒരു 2 കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യുന്നു. എന്താണ് കണ്ടീഷൻ? ക്ലോസ് പ്രൈസ് അല്ല, വോളിയം. സോറി, ക്ലോസ് പ്രൈസ് അല്ല, നമുക്കിവിടെ വോളിയം ആണല്ലോ. നമ്മൾ നല്ല വോളിയം ഉള്ള ക്യാൻഡിലാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വോളിയം എവിടെ? വോളിയം ഓഫ് 1 മിനിറ്റിലെ വോളിയം. അവിടെ കണ്ടീഷൻ എന്താണ്? 500 ക്യാൻഡിലുകളുടെ ആവറേജ് 3 മടങ്ങിന്റെ മുകളിലാവണം. ആവറേജ് 500 ക്യാൻഡിലിന്റെ 3 മടങ്ങാവണം. അപ്പൊ അതവിടെ കാൽക്കുലേഷൻ ആണല്ലോ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എന്താണ്? മൂവിങ് ആവറേജ് വോളിയം. മൂവിങ് ആവറേജ് എന്നടിക്കുന്ന സമയത്ത് മൂവിങ് ആവറേജ് സ്പെല്ലിംഗ് തെറ്റിയോ? മൂവിങ് ആവറേജ്, ഓക്കെ. മൂവിങ് ആവറേജ് വോളിയം ഇവിടെ 20 ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനത് 500 ആക്കുന്നു. ഓക്കെ, 500. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? മാത്സ് ആണ്. അപ്പൊ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്പർ ആണ്. അപ്പൊ നമുക്കറിയാം, നമ്പർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്പർ എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്പർ എന്ന് എൻ്റർ ചെയ്തു. വരുന്നില്ലല്ലോ. ഓക്കെ, 500. ഓക്കെ. നമ്പർ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമ്പർ വരാത്തത് കേട്ടോ. ഇവിടെ നമ്മൾ ഈ സിമ്പിൾ ഇൻറ്റു ആഡ് ചെയ്തു. ഓക്കെ, ഇൻറ്റു ആഡ് ചെയ്തപ്പോഴാണ് പിന്നെ നമ്പർ വരുന്നത്. കാരണം ഈ നമ്പറിനോട് എന്തെങ്കിലും ടാസ്ക് കൊടുക്കണ്ടേ. അപ്പൊ നമ്പറിന്റെ പിറകിൽ ടാസ്ക് ഉണ്ടാവണം, മൈനസ്, പ്ലസ്, ഇൻറ്റു പോലെയല്ല. അതുകൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 മടങ്ങാണല്ലോ, അതിന്റെ 3 മടങ്ങ് വോളിയം ഉണ്ടെങ്കിൽ നമ്മൾ ആ എൻട്രി എടുക്കുള്ളൂ. അപ്പൊ ഇത് ക്ലോസ് ചെയ്യണം. ഇതൊരു കണ്ടീഷനാണ്. 1 മിനിറ്റിന്റെ വോളിയം ഈ 500 ക്യാൻഡിലിന്റെ ആവറേജിന്റെ 3 മടങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി ആണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇത് പക്ക ബൈയിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല വോളിയുള്ള ക്യാൻഡിലിൽ S3 ബ്രേക്ക് ചെയ്യുന്നു, ബൈ നിൽക്കുക. R3 ബ്രേക്ക് ചെയ്യുന്നു, ബൈ നിൽക്കുക. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? ഇതാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെ നേരെ കൗണ്ടർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ കണ്ടീഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഒറ്റ കണ്ടീഷൻ കൂടെ ഉണ്ട്. എന്താണ്? VWAP. അപ്പൊ അവിടെ നമ്മൾ VWAP എടുക്കുന്നത്, VWAP 1 മിനിറ്റിലെ VWAP ഹയർ ആവണം. എന്തിന്റെ മുകളിൽ? സോറി, കണ്ടീഷൻ മാറി, തെറ്റിപ്പോയി. ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടത്? അതിന്റെ മുകളിൽ ഇങ്ങനെ കൺസിഡർ കൊണ്ടുവച്ചിട്ട് ഇൻറ്റു വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആയി. ഇനി ഞാനിവിടെ ആഡ് ചെയ്യാണ് കണ്ടീഷൻ. നമുക്ക് വേണ്ടത് VWAPന്റെ മുകളിൽ ക്ലോസ് പ്രൈസ് വരണം. അപ്പൊ ആദ്യം എൻ്റർ ചെയ്യേണ്ടത് ക്ലോസ് പ്രൈസ് ആണ്. ക്ലോസ് പ്രൈസ്
1 മിനിറ്റിൽ ഓട്ടോമാറ്റിക് വന്നു. ഹയർ ദാൻ ആണല്ലോ, ഹയർ ദാൻ വന്നു. എന്തിന്റെ മുകളിൽ വരണം? ആ 5 മിനിറ്റിൽ VWAP. അപ്പൊ വീണ്ടും നമ്മൾ VWAP എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ VWAP, ഓക്കെ, VWAP 5 മിനിറ്റ് ആക്കിയിട്ട് മാറ്റുക. ഇവിടെ ടൈം ഫ്രെയിം റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, VWAP 5 മിനിറ്റ് ആക്കി മാറ്റി. അപ്പൊ ഈ കണ്ടീഷൻ ക്ലോസ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കണ്ടീഷനും ഇതിലായി, റൈറ്റ്? ഇനി നമ്മളിവിടെ 1000 കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഇത് 1000 രൂപ റിസ്ക് എടുക്കണമെങ്കിൽ ക്യാപിറ്റല് ഇതിന്റെ താഴേക്ക് വരിക. കണ്ടീഷൻ കഴിഞ്ഞാൽ ഇനി എക്സിറ്റ് കണ്ടീഷൻ നമുക്ക് ആഡ് ചെയ്യാണ്ട്. എക്സിറ്റ് കണ്ടീഷൻ 0.5 ആണ്, 1.5 ആണ്. ഇത് നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ സ്റ്റോപ്പ് ലോസിന്റെ 0.5 താഴേക്ക് പോയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ടാർഗറ്റ് ആണെങ്കിൽ 1.5, മുകളിലേക്ക് പോയാൽ 1:3 നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ ബാക്ക് ടെസ്റ്റ് പാരാമീറ്ററിൽ ഇതിന് മിനിമം 1000 രൂപ സ്ക്രീൻ 2 ലക്ഷം ക്യാപിറ്റൽ വേണം. അപ്പോൾ 2 ലക്ഷം ക്യാപിറ്റലായിട്ട് കാണിക്കുക. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് 2 ലക്ഷം ക്യാപിറ്റൽ MIS-ലാണ്, ഇൻട്രാഡേയിലാണ്. നിങ്ങളുടെ ആക്ച്വൽ മണി 50,000 രൂപ മതി. 4 മടങ്ങ് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ലിവറേജ് കിട്ടും. 5 മടങ്ങ് കിട്ടും. 50,000 ഉണ്ടെന്ന് കരുതിയാൽ മതി. പിന്നെ ഈ ഡെയിലി സ്ട്രാറ്റജി സൈക്കിളിൽ ഒരിക്കൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി മീറ്റ് ചെയ്തിട്ട് സിഗ്നൽ തന്നു സ്ട്രീക്ക് എന്ന് കരുതാം. പിന്നെ നിങ്ങൾ ആ ട്രേഡിൽ ഉള്ളപ്പോൾ വീണ്ടും ഒരു സിഗ്നൽ വന്നാൽ വീണ്ടും സിഗ്നൽ തരാതിരിക്കണമെങ്കിൽ ഈ സൈക്കിൾ ഒന്നായിട്ട് തന്നെ സെലക്ട് ചെയ്യാം. അത് എൻട്രി ടൈം എക്സിറ്റ് ടൈം ഒക്കെ ഓട്ടോമാറ്റിക് 12 മണി മുതൽ രാത്രി 12 മണി വരെ ഉള്ളതുണ്ട്. അതങ്ങനെ തന്നെ വെക്കുക. ഇവിടെ നമ്മൾ ബാക്ക് ടെസ്റ്റിൽ മാർച്ച് 2 മുതൽ 31 വരെയാണ് മാർച്ചിൽ ഒരു ബാക്ക് ടെസ്റ്റ് റിസൾട്ട് ഉള്ളത്. ഇത് ഞാൻ എൻട്രി ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് സക്സസ് ആയിക്കൊള്ളാം എന്നില്ല. അപ്പോൾ അതിന്റെ ഫുള്ള് ഞാൻ ആൾറെഡി സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത സ്ട്രാറ്റജി ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇത് കൃത്യമായിട്ട് റൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും റൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് സേവ് ആൻഡ് റൺ ബാക്ക് ടെസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ബാക്കി എല്ലാ കണ്ടീഷൻസും നമ്മൾ എക്സിറ്റും എൻട്രി ക്രൈറ്റീരിയയും കൊടുത്തു, സ്റ്റോക്കുകൾ ആഡ് ചെയ്തു, കണ്ടീഷൻസ് കൊടുത്തു. ഈ രീതിയിലാണ് നിങ്ങൾ കണ്ടീഷൻസ് കൊടുക്കേണ്ടത്. ഇനി ഇത് റൺ ചെയ്യാൻ പോകുന്നു. സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എല്ലാം കൊടുത്തു. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്യുന്നു. മന്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. മാർച്ച് 2 മുതൽ 31 വരെ ഞാൻ സേവ് കൊടുക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് കണ്ടീഷൻസ് ശരിയാണെങ്കിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യൻ പെയിന്റ്, ബജാജ്. ഓക്കെ, നമുക്ക് കണ്ടീഷനിൽ എവിടെയോ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻട്രി കണ്ടീഷൻ ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആൾറെഡി വീഡിയോ അരമണിക്കൂറായി, ഞാൻ അതിലേക്ക് റിസർച്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ആക്ച്വലി ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതിന് മുമ്പ് കൂട്ടത്തിൽ ഇത് കൂടെ പറഞ്ഞു പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കണ്ടീഷനൊക്കെ അറിയാത്തത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മാത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് സെർച്ച് ചെയ്യാം. മാത്ത് ഓപ്പറേഷൻസ്. ഓക്കെ, മാത്ത് ഓപ്പറേഷൻസിൽ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇവിടെ ഓരോന്ന് എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, മാക്സിമം, മിനിമം, എന്താണ് കാര്യം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ അബ്സല്യൂട്ട് വാല്യൂ ഒക്കെ ഇതാ ഇവിടെ ഉണ്ട്, കണ്ടോ. അബ്സല്യൂട്ട് വാല്യൂ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു റിട്ടേൺ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ. ഒരു കറക്റ്റ് ഒരു നമ്പറിലേക്ക് ഇത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത്. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ സെറ്റ് ചെയ്ത ഇപ്പോൾ ഇതിൽ എന്താ പ്രശ്നമുള്ളതെന്ന് എനിക്ക് അറിയണമെന്ന് വിചാരിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വ്യൂ കണ്ടീഷൻസ് എടുക്കുക. എന്നിട്ട് ഇത് ഒന്നിച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇത് സേവ് ചെയ്തതിന് പ്രശ്നം മാച്ച് എനി. ഓക്കെ, 1 2. ഓക്കെ, നമ്മളെ കണ്ടോ, നമ്മളത് സേവ് ചെയ്തതിൽ വന്ന പ്രശ്നമാണ്. എന്തോ സംതിങ് ഇഷ്യൂസ് വന്നു. അതായത് നമ്മൾ ക്യാമറയില്ല കണ്ടീഷൻസ് കൊടുത്ത് ഒരെണ്ണം പോലും ഇവിടെ വന്നില്ല അല്ലേ. ഓക്കെ, റൈറ്റ്. ഇതിന് മുമ്പ് റെക്കോർഡ് ചെയ്തപ്പോൾ ഇങ്ങനെ പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാനത് സേവ് ചെയ്ത് വെച്ചത്. അതെന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അവിടെ ക്യാമറയില്ല പിവോട്ട് വന്നില്ല. അത് റെക്കോർഡിങ്ങിന് ഇടയിൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് റെക്കോർഡ് ചെയ്യാതെ ചെയ്തു വെച്ചത് ഞാൻ കാണിക്കാം. ഇവിടെ ക്യാമറയില്ല S3 അല്ലെങ്കിൽ R3 ക്രോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വീഡിയോ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയി, അതൊന്നും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നു, കണ്ടീഷൻസ് വന്നു. അപ്പോൾ അത് ആ എൻട്രി കണ്ടീഷൻസ് ഇല്ലാത്തത് കൊണ്ട്, അത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ചെയ്യാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഒന്നിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത്രയും കണ്ടീഷൻസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് സ്ട്രീക്കിനെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം, മെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ മെയിൽ ID ഇതാണ്, support@streak.tech. അപ്പൊ അവർ അതിൽ എന്താ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന കാര്യം ചേഞ്ച് ചെയ്യണം എന്നുള്ള റിപ്ലൈ തരും, റൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ആക്ച്വൽ റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ആൾറെഡി ഇതാണ് ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഫുള്ള് കണ്ടീഷനൊക്കെ. അപ്പൊ നമ്മൾ ഒന്ന് സമയം വെച്ചിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ ഇപ്പൊ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത ഇതാണ്.
ഇതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം കളയുന്നില്ല. ഇതിവിടെ നമ്മൾ സമയമെടുത്ത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടീഷൻസ് ആണത്, റൈറ്റ്. അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ അവിടെ പറഞ്ഞ അതേ ഡേറ്റിൽ ഞാനത് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനിങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത്, റൈറ്റ്. ഇവിടെ വേണ്ട ക്യാമറയിലെ കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കണ്ടീഷൻസും 1 2 3 മുകളിലുള്ള കണ്ടീഷൻ 1 2 രണ്ട് കണ്ടീഷൻസിലെ രണ്ട് കണ്ടീഷനും താഴെയും വന്നിട്ടുണ്ട്, റൈറ്റ്. അപ്പൊ ഇത് ഞാനിവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് സാമ്പിളിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന റിപ്പോർട്ട് കൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത് ബാക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 4194 ആ പെർട്ടിക്കുലർ മാസം കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 50,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് ഓർക്കണം. അപ്പൊ 4000 പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ 50,000 ക്യാപിറ്റൽ വെച്ചിട്ട് 4000 എന്ന് പറയുമ്പോൾ 8% ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ 5-6 സ്റ്റോക്കുകളിൽ, റൈറ്റ്. ഇനി ഞാൻ ബാക്ക് ടെസ്റ്റ് ബാക്കി മന്ത് കൂടെ ഇവിടെ 3 മാസം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മാർച്ചാണ്, 2024 മാർച്ചാണ്. ജനുവരി 10,000 കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എത്രയായി? 20% ROI ആയി അല്ലേ. 50,000 രൂപയ്ക്കാണ് 10,000 രൂപ. ഫെബ്രുവരിയിൽ 1,800 രൂപയാണ്, മാർച്ചിൽ 4,194 അപ്പൊ നിങ്ങൾ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇത് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് മിനിമം 2 വർഷം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇവിടുത്തെ 50,000 രൂപയ്ക്ക് ആവറേജ് 32% ROI 3 മാസത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണക്ക് കൂട്ടിയത് ശരിയാണെന്ന് കരുതുന്നു. 16,000, യെസ് അതെ 16, 50,000 ക്യാപിറ്റൽ വെച്ചിട്ട് 16,000 എന്ന് പറയുമ്പോൾ 32,000 രൂപ കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഒരു മാസം 15 ട്രേഡ് ആണുള്ളത്. അപ്പൊ ഇങ്ങനെ ഡേറ്റ നിങ്ങൾ ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു 2 വർഷമെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഡിപ്ലോയ് ചെയ്യുക. ഇനി ഇത് ഡിപ്ലോയ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോയിട്ട് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. അപ്പൊ ഇതിൽ ഡിപ്ലോയ് ആൾ കൊടുക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണോ SL സാമ്പിളിൽ കൊടുത്തത് അതേ സാമ്പിളിലാണ് ഇവിടെ വരിക. എന്നിട്ട് ഇത് ലൈവ് ഡിപ്ലോയ്മെന്റ് കൊടുത്താൽ ഇത് ലൈവായിട്ട് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക, ലൈവായിട്ട് ഡിപ്ലോയ് ചെയ്യുക. ഇവിടെ 5 ട്രേഡാണ് ഒരേ സമയം ഡിപ്ലോയ് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് ആ ഒരു കണ്ടീഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഏതാണോ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ അത് മാത്രം സെലക്ട് ചെയ്യാം. അപ്പൊ അത് വരുമ്പോൾ ROIയിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ അതിൽ 2 ഓഫ് ചെയ്തു. ഇനി ഞാൻ ഡിപ്ലോയ് കൊടുക്കുകയാണ്. അപ്പോൾ സ്ട്രാറ്റജി ഡിപ്ലോയിഡ് സക്സസ്ഫുള്ളി. ഇനി നിങ്ങൾക്ക് ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ അലേർട്ട് വരും. അപ്പൊ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്താൽ ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഇനി നിങ്ങൾക്ക് ഓക്കെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട, ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രേഡ് റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലഗിൻ ഉണ്ട്, അത് സെർച്ച് ചെയ്യുക. എന്നിട്ട് വെബ്സൈറ്റിലേക്ക് പോവുക. ഞാനിത് ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലഗിൻ ആഡ് ചെയ്താൽ മതി, ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി, റൈറ്റ്. എന്നിട്ട് അത് ഓൺ ആക്കിയിട്ടിടുക, ഫുൾ ടൈം അത് ഓൺ ആക്കിയിട്ടിടുക. നിങ്ങൾ ഇവിടെ ഡിപ്ലോയി കൊടുക്കുകയും കൂടെ ചെയ്താൽ, നമ്മൾ സ്ട്രാറ്റജി ഡിപ്ലോയി കൊടുത്തില്ലേ, അതാ അപ്പൊ ഇത് ഡിപ്ലോയിന്റെ പേജിൽ വന്നു. ഇതെല്ലാം ഇപ്പോൾ ലൈവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവാണ്. അപ്പൊ ഇത് ഞാനൊന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക് ട്രേഡ് എടുക്കണമെങ്കിൽ ഇത് ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഗൂഗിൾ ക്രോമിന്റെ ബ്രൗസർ നിങ്ങൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടാൽ മതി. ട്രേഡ് ഇയാൾ എടുക്കും, ട്രേഡ് റോക്കറ്റ് എടുക്കും. അപ്പൊ ഇത് എന്തോ വാണിംഗ് ഒക്കെ വരുന്നുണ്ട്, ഇത് സൂണായിട്ട് ഗൂഗിൾ ക്രോം സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്ന എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് വരുന്നുണ്ട്. അപ്പൊ എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഇത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് അറിയില്ല. എനിവേ ഇപ്പൊ ഇങ്ങനെ ഒരു സൗകര്യം അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ വേണം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും. ആ ബാക്ക് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകൾ 1-2 വർഷത്തിന് നിങ്ങൾക്ക് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഡേറ്റ കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2 വർഷത്തിന് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് AI വെച്ചിട്ട് ട്രേഡ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് റിട്ടേൺ ഒന്നും വേണ്ട. ഈ പറഞ്ഞ 3 മാസത്തിന് 32% സ്വപ്ന തുല്യമായ റിട്ടേൺ ആണ്. അതൊന്നും ഇപ്പൊ നമ്മളത് 3 മാസത്തിന്റെ ബാക്ക് ടെസ്റ്റിൽ മാത്രം കിട്ടിയതാണ്. അത് 3 വർഷം ചെയ്യുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഒരു വർഷത്തിന് 30%, 25% റിട്ടേൺ കിട്ടുന്ന ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഡിപ്ലോയ് ചെയ്യുക, സിറോദയിൽ ഫണ്ട് ഇടുക, വെറുതെ ഇരുന്നാൽ മതി. ഇത് പണിയെടുത്തോളൂ, നിങ്ങളെ ബാക്കി പണികളൊക്കെ അതിനിടയ്ക്ക് നടക്കും. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു എഫേർട്ടും ഇല്ലാതെ വെറുതെ കിട്ടുന്ന 30% റിട്ടേൺ അല്ലേ, വേറെ എന്താണ് വേണ്ടത്? അങ്ങനെ ചിന്തിക്കുക. അപ്പൊ എന്തായാലും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഡിപ്ലോയ് ചെയ്യുക. അപ്പോ വീഡിയോ ഇതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ആയിട്ട് ചോദിക്കുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ 2 സർവീസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്കോഡിൽ നമ്മുടെ ട്രേഡുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലോങ് റണ്ണിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഫോക്കസ് ചെയ്യുന്നതാണ്. പൊസിഷണൽ ട്രേഡുകൾ അതുപോലെ സ്വിംഗ് ട്രേഡുകളാണ് കൂടുതലും ഷെയർ ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തൊരു ട്രേഡാണത്. ജനറലി നമ്മൾ കഴിഞ്ഞ വർഷം
48% മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റലിന്റെ ROI അത്രയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ ആനുവൽ റിട്ടേൺ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട്, യൂട്യൂബിലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആക്സസ് ആണ് ഈ ഡിസ്കോഡിലുള്ള ആക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീസെന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ട്രേഡുകളൊക്കെ കാണാം. 22%. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഓക്കെ 36%, 22% നേരത്തെ കാണിച്ചു. ഓക്കെ 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 50% ഇപ്പോൾ 17 ഡേയ്സിൻ്റെ ഉള്ളിൽ, 17 ദിവസത്തിൻ്റെ ഉള്ളിൽ 50% റിട്ടേൺ. ഇതൊക്കെ റീസെന്റ് ഉള്ള ട്രേഡാണ്. 7/1 ജനുവരി 7-ാം തീയതി ഷെയർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇതിലേക്ക് ആക്സസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഹോം പേജിൽ പോവുക, ഹോം പേജിൽ ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ആ വീഡിയോന്റെ താഴെ ജോയിൻ എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾ ഈ സർവീസ് ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു ബേസിക് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത് അതുപോലെ BTST ഇൻട്രാഡേ ട്രേഡുകൾ റയറായിട്ട് അവസരങ്ങളുള്ള സമയത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ റിലയൻസിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മൾ ഇന്ന് റിലയൻസിൽ ഷെയർ ചെയ്ത ട്രേഡാണത്. അപ്പോൾ ഇത് ഒരു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സർവീസ് ആണ്. മറ്റൊന്ന്, നമ്മുടെ ചാനൽ പ്രധാനമായിട്ടും ട്രേഡേഴ്സിന്റെ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ സൈക്കോളജി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതും കൂടെ കണ്ടിട്ട് അതിൽ താല്പര്യമുള്ളവർ ആദ്യം സൈക്കോളജി പാർട്ടുകളൊക്കെ ഒന്ന് കാണാം. 1-2 വീഡിയോസ് എങ്കിലും കണ്ട് എന്താണ് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ബോധ്യപ്പെട്ടാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ 2.5 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് ഏകദേശം 1.5 മാസം കൂടെ ട്രേഡ് ചെയ്തതിന് ശേഷം ആളുകൾ തരുന്ന റിവ്യൂ താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ റിവ്യൂ കണ്ടിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അപ്പോൾ പല പ്രോഗ്രാമിലും പ്രോഗ്രാം കഴിഞ്ഞ അന്ന് തന്നെയാണ് ആളുകൾ റിവ്യൂ കൊടുക്കുക. ട്രേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇത് അങ്ങനെയല്ല, 1.5 മാസം നിന്ന് ട്രേഡ് ചെയ്ത് നോക്കി നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന റിവ്യൂ ആണ് എന്നുള്ള പ്രാധാന്യം കൂടെ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെന്റർഷിപ്പിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ട്രേഡേഴ്സിന്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളുന്നു. ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും. ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്.
അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം.